വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അതിനൊരു പരിഹാരമില്ല, നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസനത്തിൽ വരണത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത. അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത. നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവ സന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമുക്ക് അയോഗ്യതയായിട്ട് പറയാം. പക്ഷെ കൃപാസനത്തിൽ വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്ക് പറയണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ടെസ്റ്റിമണീസ്. നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ വിശ്വാസക്കോടികളുടെ സ്വത്താണ്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം, എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും. ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ, ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവദർശനത്തിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തെ വളർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. നിങ്ങൾ വിഷമിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. അതൊരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത്. ഈ വിഷമിക്കാൻ എടുക്കുന്ന വിഷയത്തേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. എൻ്റെ സഹോദരനൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ധ്യാനം രാവിലെ ആണ് സാധാരണ റെക്കോർഡ് ചെയ്യണത്. അപ്പം രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല. സാധാരണഗതിയിൽ ധ്യാനത്തിന് 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ കർത്താവ് എനിക്ക് ക്ലൂ തരും, ഈ വിഷയത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും, ഒരടയാളമൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ പെടാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഒരു 100,000 ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഞാൻ 36-37 കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ്. പക്ഷെ അതല്ല, അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ നോക്കിയോ പറയണമല്ല. ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം. തന്നെയല്ല, നേരത്തെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കോപ്പി ഇടിയാവും. നേരത്തെ സംസാരിച്ച സമയങ്ങളില്ലേ എന്തുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു. ധ്യാനത്തിൻ്റെ ഒരു റെവലേഷൻ എലമെൻ്റ് വരണവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്നുവെച്ചാൽ വെളിപാട് കണ്ടൻറ്റ് വരുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ധ്യാനത്തിൻ്റെ നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പറഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയല്ല, വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി, വെളിപാടിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് ശക്തിയാണ്, അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ അറിവല്ല കൊടുക്കുന്നത്, ആൾക്കാർക്ക് അഭിഷേകമാണ് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട് ഭയങ്കര. അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത്. ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷനാണ്, മാത്തമാറ്റിക്സ് ഇൻഫർമേഷനാണ്, എല്ലാ നോളജും ഇൻഫർമേഷനാണ്. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയല്ല. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ്ങാണ് വരേണ്ടത്. ശക്തി വരണം, അതിൻ്റെ സൗഖ്യം വരണം, ബോധ്യം വരണം, നിലനിൽപ്പ് വരണം. ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും. ഇത് ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഇപ്പം നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ,
റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നീ പേടിച്ചിരിക്കുകയാണ്, റിസൾട്ട് എന്താകുമോ എന്ന് ഞാൻ. പക്ഷേ കർത്താവ് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ടിങ്ങനെ അഭിഷേകം ചെയ്ത് കളയും. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അഭിഷേകം ചെയ്ത് കളയും. അത് നിനക്ക് നിലനിൽപ്പിൻ്റെ വരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്വിഗ്നതയൊക്കെ അങ്ങ് കെടുത്തിയിട്ട് നിങ്ങൾ നിലനിർത്തി തരും. പക്ഷേ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും. അഭിഷേകവും നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസം, പല ബന്ധമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കേണ്ട, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൈൻസിന്റെ പോക്ക് കണ്ടല്ലേ? എന്താ? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ. അപ്പോൾ ദ വെരി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ പേര് പോലും നമുക്കെന്താണ്? സന്തോഷത്തിൻ്റെ കാരണമാണ്. ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകും, ഹസ്ബൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ വൈഫുണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും. ഇവരിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ എന്നേക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ, ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് ഫോർ കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ മറന്നു പോകും. അവരും മറക്കും, നമ്മളും മറക്കും. മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, ആ സമയത്ത് ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് സ്വിച്ച് ഓഫാണെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ സിസ്റ്റമെല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് സംടൈംസ്. അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഈ കോൾഡോ നമുക്ക് ഈ രുചിഭേദങ്ങളെപ്പോലെ തന്നെയാണ്. ദൈവം ഒരു പേഴ്സണായത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും. എനിക്കങ്ങനെയാണ് കർത്താവിനെ മനസ്സിലായിരിക്കും. 4 വയസ്സ് മുതൽ ദൈവത്തിനെ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും. അതുകൊണ്ടാണ് നീ നിൽക്കുന്ന ഞാൻ അറിയുന്നു, നീ കിടക്കുന്ന ഞാൻ അറിയുന്നു, നീ ഉറങ്ങുന്ന ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല. ടേക്ക് ദ സങ്കീർത്തനം എടുത്ത് 21:4. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4 തിരുവചനം. 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ. ഒന്ന് പറഞ്ഞേ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഉറക്കവും മയക്കവും ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ. ഒരാൾ മയങ്ങിയിരിക്കണമെങ്കിലും ആൾ ഉറങ്ങിയിരിക്കണമെങ്കിൽ ഫലത്തിൽ ഉറക്കം തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നാലും ഫലത്തിൽ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീനാക്ഷി എന്നൊക്കെ വിളിക്കത്തില്ലേ? എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ, കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ, അതിങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ, എല്ലാം തുറന്നിരിക്കുക.
അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്നുവെച്ചാൽ കൺപോളയില്ലാത്ത ആൾ, എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഉറങ്ങാത്ത ആൾ, മയങ്ങാത്ത ആൾ. അതിൻ്റെ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പരിപാലകൻ എന്നാണ് പറയണത്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസിക്കുന്ന ആരും ഇസ്രയേലിനാണ്. ആരാണ് വിശ്വസിക്കണത് അവൻ ഇസ്രയേലിൻ്റെ അർത്ഥം എന്താണ്? ദ ചോസൺ. അതാണ് ദ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടയാൾ. ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അവൻ ഇസ്രയേലായി. ആർക്കാണ് വിശ്വാസം ദൈവത്തിലുള്ളത്? ഷീസ് ചോസൺ, ഹിസ് ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടയാളായി, ഇസ്രയേലായി. അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉറക്കമില്ല. എന്തിനാണ് ഉറക്കമില്ലായിരിക്കണത്? പരിപാലകനാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്ടക്ഷൻ, ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ്. ഇല്ല, അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പം സങ്കീർത്തനം 121:4 നമുക്ക് കിട്ടിയത് അല്ലേ? ഈ ഒന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. അപ്പോഴ് ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്നതിൻ്റെ അർത്ഥം. പരിപാലിക്കുക. എന്തിനാണ് ഉറങ്ങാതിരിക്കണത്? എന്തിനാണ് മയങ്ങാതിരിക്കണത്? നമ്മളെ പരിപാലിക്കുക. ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കണതേ. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നുള്ളൂ. എല്ലാവർക്കും ഇപ്പം ചിലർ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും. അതും ഒരു സങ്കീർത്തനമാണ്. പാടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും. കാര്യം ദൈവം ഓരോ കാര്യത്തിലും ഇപ്പം തന്നെ ഇന്ന് നടന്നൊരു സ്ഫോടനം ഇല്ലേ? സ്ഫോടനം. അപ്പം ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് കളമശ്ശേരി നടന്ന സ്ഫോടനം വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലക്ഷങ്ങൾ പങ്കെടുത്തുന്ന റാലി നടക്കുക ഇല്ല. അല്ലാതെ തന്നെ ഇന്ന് പോലീസോടെ വന്നു സെക്യൂരിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് നമ്മളോട് വളരെയേറെ സഹകരിച്ചു ആണല്ലോ ഇതെല്ലാം നടക്കും. 10-60 പോലീസ് ഉണ്ടായിരുന്നു ഇന്നലെ ഫീൽഡിൽ, നമ്മളുടെ സെക്യൂരിറ്റി കൂടാതെ തന്നെ. അപ്പം എങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ കേട്ടപ്പോൾ ഇവിടെ സേഫാണെന്ന് അറിയാൻ വേണ്ടി അപ്പം തന്നെ പോലീസ് വന്നു. അപ്പം ഞാൻ തിരക്കൊന്ന് ഒഴിയട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനവും രാവിലെ ഷിഫ്റ്റ് ചെയ്തു. തിരക്കൊന്ന് ഒഴിയട്ടെ, നല്ല തിരക്കായിരുന്നു രാവിലെ. ആ സമയത്തൊരു രസമുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അത് മാത്രമല്ല, എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്, കർത്താവ് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനും ക്ലിൻ്റൻ അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛനും ജോമോളും കൂടി എൻ്റെ മുറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ സത്യം, ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന്. കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനങ്ങനെ മൂടൗട്ടോടെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10:30 11 മണിയായി, ധ്യാനത്തിന് കേട്ട സമയമായി. പക്ഷേ ഈശോ ഒന്നും മിണ്ടണില്ല. പെട്ടെന്ന് മനസ്സിൽ ഈശോ 17 എന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു. 17. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജോമോള് പറഞ്ഞ് ജസ്റ്റ് ടേക്ക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോമോള് ബൈബിൾ എടുത്ത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ റീഡ് ഇറ്റ് പറഞ്ഞു. അപ്പോൾ 8:17 ഞാൻ പറഞ്ഞ 17 ഏതാ അതിനകത്ത് ആ 2 പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പേജിൽ 17 എവിടെയുള്ളത് നോക്കാൻ പറഞ്ഞു. കർത്താവ് കാണിച്ച 17 ആണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ 8:17 ഉള്ളത്. യോഹന്നാൻ്റെ 8:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 8:17 കർത്താവ് പറഞ്ഞ വാചനം. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമം എന്ന് വെച്ചാൽ വചനം എന്നതിൻ്റെ അർത്ഥം. നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് എഴുതിയിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് 2 പേര് പറഞ്ഞാൽ
അത് സത്യമാണ്, ദൈവിക കാര്യങ്ങളാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ രണ്ട് പേരിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി. രണ്ട് കൃപാസനത്തിൽ അൾത്താരയിൽ സാക്ഷ്യത്തെക്കുറിച്ചല്ലേ പറയണത്. എന്താ പറഞ്ഞത്? രണ്ട് പേരിൽ വായിച്ചു, രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത്, അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടുപേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോഴെന്താണ് പ്രസംഗിക്കേണ്ടത്? രണ്ട് പേരുടെ സാക്ഷ്യം. എന്നുവെച്ചാൽ രണ്ടാൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ രണ്ടിൽ കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദപുസ്തക പ്രകാരം അത് സത്യമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന്. അപ്പം ഞാൻ നോക്കിയിട്ട് രണ്ട് പേരുടെ സാക്ഷ്യം, ഇത് ഇങ്ങനെ രണ്ടല്ല, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10-20 പേര് ഈ 2-3 മാസത്തിന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് പിടിമിട്ട് ഈശോ എന്താണ്, എങ്ങോട്ടാണ് ഈശോ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ, കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കറി ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലക്കൽ തിരുമേനിയാണ്, വർഗീസ് ചക്കാലക്കൽ തിരുമേനി. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാലക്കൽ പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച്. കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ അകത്ത് കൺകറൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൈവശാസ്ത്ര കാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിൽ അധികാരം, പവറല്ല, ഇതൊക്കെ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു. KCB കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൊണ്ട് കൊടുക്കുന്നത് ഉടമ്പടിയുടെ. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ച് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി. കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ. അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം, വചനപരമായിരിക്കണം. സഭയുടെ നിയമങ്ങളുണ്ട്, കാറ്റഗിസം കാത്തലിക് ചർച്ചുണ്ട്, അത് വലിയ പുസ്തകമാണ്. പിന്നെ വത്തിക്കാൻ സുനദോസിൻ്റെ ഡയറക്ടറി ഉണ്ട്, സുനദോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ഉണ്ട്. ഇതെല്ലാം വലിയ 10,000-30,000 പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം. ഒരു പ്രെയർ വരുമ്പോൾ, സഭയിൽ പുതിയ വരുമ്പോൾ, സഭയിലെ ഈ 2000 വർഷങ്ങളുടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗ്മയുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും. വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെഴുത്ത് പ്രതിമ മേടിച്ചുകൊണ്ട് പോയി. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു വർഗീസ് പിതാവ് ചക്കാലക്കൽ പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന്. എനിക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ തിയോളജിക്കൽ കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവിനെല്ലാം അറിയാം. അതാണ് നമ്മുടെ സംഭവം. എനിക്ക് 2 കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത് തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ എനിക്കറിയാൻ പറഞ്ഞത് ചക്കാലക്കൽ പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കടങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ക്ലിയർ അല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിന് അറിയാം. കൈയടിച്ച് കർത്താൻ